രാജചേട്ടൻ അടുത്തോട്ട് നിന്നിട്ട് കുട്ടനാടേക്ക് ഒരു വള്ളം വരുന്നു, അതിൽ മഞ്ജു വാര്യർ വരെയായിരുന്നു. അങ്ങനെ അപ്പം പറഞ്ഞ കഥയാണ് കണ്ണെഴുതി തൊട്ടും തൊട്ട്. മോഹൻലാൽ ശോഭനയെ അഭിനയിക്കുന്ന പടമുണ്ട്, തരുൺമൂർത്തി ഡയറക്ടർ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ താടി വളർത്തി മുട്ടയടിച്ചിരിക്കുന്നതൊക്കെ. അതേപോലെ നന്ദനത്തിലേക്ക് പൃഥ്വിരാജിനെ സജസ്റ്റ് ചെയ്യുന്നത് ബാർബർ ഷോപ്പിൽ കണ്ടാണ്. ഞാൻ കൊച്ചിയിൽ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഓസ്ട്രേലിയയിലൊക്കെ പോയി പഠിച്ചിരിക്കുന്ന ഒരു ഹെർക്കുലീസ് പോലെ നല്ല അതിസുന്ദരനായിട്ടൊരാൾ. അപ്പോഴാണ് വൈകുന്നേരം രഞ്ജിത്ത് വിളിക്കുന്നത് കോഴിക്കോടുന്ന്, രാജു ഒരു പയ്യനെ വേണം, ആരെങ്കിലും ഉണ്ടോ? നമ്പർ ഇങ്ങനെ ആളുണ്ടോ? അയ്യോ ഒന്ന് വരാൻ പറയും. ഞാൻ മല്ലിയെ വിളിച്ചു, മല്ലിയെ ഞാൻ ഒന്നിച്ച് വിളിച്ചു. അങ്ങനെ മല്ലിയെ വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി കോഴിക്കോട് പോവാണ്. എന്നിട്ട് അവിടുന്ന് രാത്രി എൻ്റെ അടുത്ത് രഞ്ജിത്ത് പറയണ താങ്ക് യു സോ മച്ച്, ഇതിനപ്പുറം ആളില്ല കേട്ടോ കാസ്റ്റിങ്ങിന്. ഇപ്പോഴും എന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടിയെ, അതിനേക്കാളും ഇഷ്ടമാണ് മമ്മൂട്ടിക്ക് എന്നെ. അത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തന്നെ പുള്ളി സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഒരാൾ വന്നിട്ടൊരു സ്ക്രാച്ച് ഉണ്ടാക്കി, അതെന്നെ അൻവർ റഷീദ് കേട്ടു, ഇങ്ങനെ ചോട്ട ചോട്ട മുംബൈ എന്നൊക്കെ ഒരു സാധനം. ഇപ്പോഴും ഞാൻ പറയാം, മോഹൻലാലിൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസ് ഉണ്ടല്ലോ, മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം, അവരെല്ലാം മനസ്സിലായിട്ട് സാറേ ആ പടം നമുക്ക് അതുപോലെ ഒരു പടം എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടെങ്കിലും എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് സംഭവം. ഹായ്, മീഡിയ വണിനൊപ്പം ശ്രീ മണിയൻപിള്ള രാജുവാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം. ഇപ്പോൾ 50 വർഷത്തിലേക്ക് ഒരു സിനിമയുടെ കരിയർ കടന്നുകൊണ്ടിരിക്കുകയാണ്. 49. അപ്പോൾ ഒരു അരനൂറ്റാണ്ടിലേക്ക് അടുത്ത് കഴിഞ്ഞു. ഈ ഒരു നീണ്ട കാലയളവിനുള്ളിൽ ഇപ്പം പഴയ കാലത്തെ സിനിമകൾ കണ്ടു. ഒരു കുറച്ച് നാൾ സിനിമയിൽ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. സിനിമയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആക്ടിങ്ങിലൊക്കെ ഡിപ്ലോമയൊക്കെ എടുത്ത് വന്നതാണ്. അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു മലയാള സിനിമ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നത് ഈ ഒരു കാലയളവിനുള്ളിൽ കണ്ടു കാണും. പല പല വേഷങ്ങളിൽ അഭിനയിച്ചു. ഒരു അഭിനയ ജീവിതം തുടങ്ങിയ ഒരു 10 വർഷം കഴിയുമ്പോഴേക്കൊക്കെ ഒരു പ്രൊഡ്യൂസറിന്റെ ഒരു പ്രൊഡക്ഷൻ മൈ ഡിയർ റോങ് നമ്പർ 85 ആ ഒരു സമയത്തേക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പം ഒരു 75 അഭിനയം തുടങ്ങുന്നത്. അപ്പൊ ഒരു 10 വർഷം കൊണ്ട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള വേഷമൊക്കെ അണിഞ്ഞു. അപ്പൊ സിനിമയുടെ ഒരുപാട് കാലഘട്ട സമയത്തിന്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യം മാറ്റമില്ലാതെ തുടരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? സിനിമയിൽ പ്രേക്ഷകരാണോ, അല്ലെങ്കിൽ സിനിമയുടെ ഏതെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും മാറ്റം ഉണ്ടെന്നുള്ളതാണ്. എല്ലാ സിനിമയുടെ മേക്കിങ്ങിലായാലും അതിൻ്റെ ടെക്നിക്കൽ ആയാലും സബ്ജക്ട് സെലക്ഷൻ ആയാലും ഒക്കെ. അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ നിലവാരം മാറിയിട്ടുണ്ട്. അവർ മറ്റ് ലാംഗ്വേജ് പടങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫിലിംസോ കാണാൻ വല്ല ഫെസ്റ്റിവലൊക്കെ വരണം. ഇപ്പം OTTയിലും മറ്റ് ടെലിവിഷൻ ചാനലുകളിലൊക്കെ സിനിമകളെ കണ്ടിട്ട് അവർക്ക് സിനിമയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് സിനിമയായിട്ട് ഇപ്പം വരാൻ പറ്റില്ല. ഇപ്പോൾ മൈ ഡിയർ റോങ് നമ്പർ തുടങ്ങി നമ്മൾ ഒരുപാട് സിനിമകൾ, ഇപ്പോൾ ആനന്ദഭദ്രം ഉണ്ട്, ചോട്ട മുംബൈ ഉണ്ട്, പൊടുവിൽ പാവാടി മഹേഷ് മാരുതി ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ഓട്ടോയും വെള്ളാനകളുടെ നാടും, അങ്ങനെ ഏതൊക്കെ ഓണറിൽ നമുക്ക് കൈവയ്ക്കാമോ അത്തരം ഓണറുകളിലൊക്കെ ഉള്ള ഫൈനൽസ്, സ്പോർട്സിൻ്റെ വരുന്ന അങ്ങനത്തെ ഡ്രാമ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അനന്തഭദ്രമൊക്കെ ആ സമയത്ത് അങ്ങനത്തെ ഒരു സിനിമ ആലോചിക്കുക എന്നുള്ളതും അത് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഇപ്പോഴും എല്ലാവരും എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത്തരം സിനിമകളിലൂടെ ഒക്കെ കടന്നു വന്നിട്ട് ഗൂവിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എന്തുകൊണ്ടായിരിക്കും ഗൂ തന്നെ ചൂസ് ചെയ്തത്? ഇപ്പം മണിയൻപിള്ള രാജു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ സിനിമയുടെ ടെക്നിക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും വളരെ ഇമ്പോർട്ടൻസ്, ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടി എന്നുള്ളതല്ല, അതിനേക്കാളും ഉപരി നമ്മുടെ ഒരു കണ്ടന്റ്. ഇപ്പം എൻ്റെ അടുത്ത് ഒരാളൊരു കഥ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് സിനിമയായിട്ട് വിത്ത് റെക്കോർഡിങ് സിനിമയായിട്ട് വന്നാൽ ഞാനിത് ടിക്കറ്റ് എടുത്ത് കാണും, ഇത് കാണാൻ ആൾക്കാർ വരണമെങ്കിൽ വരുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഈ മാളികപ്പുറം ഡയറക്ടർ വേറെ പടം പ്ലാൻ ചെയ്ത് ഡയറക്ടറോടൊപ്പം പോയി കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് ഭയങ്കര ദേവനന്ദയ്ക്ക് ഭയങ്കര കഴിവും കപ്പാസിറ്റിയുണ്ട്, ഈ കുട്ടിയെ ഹീറോ ആക്കിയിട്ടൊരു പടം ഇട്ടാൽ ഭയങ്കര ഹിറ്റാവും, പുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇതുപോലെ ഞാൻ പണ്ട് TK രാജകുമാറിൻ്റെ നമ്മൾ ഇപ്പം മഞ്ജു വാര്യർ ടൈമാണ്, മഞ്ജു വാര്യന് ഹീറോ ആയിട്ടൊരു സബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ റെഡിയാവും. അപ്പോൾ തന്നെ പുള്ളി രാജചേട്ടൻ അടുത്തോട്ട് നിന്നിട്ട് കുട്ടനാടേക്ക് ഒരു വള്ളം വരുന്നു, അതിൽ മഞ്ജു വാര്യർ വരെയായിരുന്നു. അങ്ങനെ അപ്പം പറഞ്ഞ കഥയാണ് കണ്ണെഴുതി തൊട്ടും തൊട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എന്നിട്ട് അങ്ങ് വിട്ടു. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ മകൻ നിരഞ്ജി വിളിക്കുന്നുണ്ട്, കോഴിക്കോട് ഏതോ വർക്കിന് വന്നപ്പോൾ അവിടെ നിന്ന് ചോദിച്ചാൽ അച്ഛൻ ഈ മനു വന്നിട്ടൊരു കഥ പറഞ്ഞു, അത് ഉഗ്ര കഥയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു ഹൊറർ പടം എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ള യൂത്തുള്ള ഒരാൾ പറയണമെങ്കിൽ ഇതിനകത്ത് യക്ഷി പ്രേതം ഭൂതമൊന്നുമല്ല, വേറെ എന്തോ ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ വന്ന് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. പിന്നെ ഞാനൊരു 10-15 പേരുണ്ട്, മൂത്ത മോനായാലും പിന്നെ ഫാമിലി മെമ്പേഴ്സായാലും ഫ്രണ്ട്സായാലും പല സർക്കിളിൽ പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് കഥ പറഞ്ഞു, ഇത് റിസ്ക് ആണോ എന്ന് വെച്ചു. അവരെല്ലാം ഭയങ്കര അന്തം വിട്ട് പറഞ്ഞു. അങ്ങനെ ദേവനന്ദയെ വെച്ച് തന്നെ അത് ചെയ്യണം. ദേവനന്ദ നോ പറഞ്ഞാൽ ഈ പടം ഇല്ലായിരുന്നു. ദേവനന്ദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ദേവനന്ദയുടെ ഒരു ഇതിലാണ് ഈ പടം പോകുന്നത്. അവരുടെ ഡേറ്റിൽ നമുക്ക് വേറൊരു പുതുമുഖം, വേറൊരു ഈ പ്രായത്തിലെ കുട്ടി എന്ന് പറഞ്ഞാൽ ഈ പടം എടുക്കത്തില്ല.
അങ്ങനെയാണ് ഈ പടമാകുന്നത്. ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു ദേവനന്ദ പോലുള്ളൊരു ചൈൽഡ് ആർട്ടിസ്റ്റ്, അപ്പൊ അവരിൽ നമ്മൾ കോൺഫിഡൻസോടുകൂടെ അതും ഒരു ഹൊറർ ഓണർ ട്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ചില്ലറ ധൈര്യം പോലല്ലോ അത് ചെയ്യാൻ. അപ്പം ആ ഒരു കംപ്ലീറ്റ് കോൺഫിഡൻസ് ശരിക്കും ഈ സ്റ്റോറി ലൈൻ കേട്ടപ്പോഴാണ്. സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ സിനിമയെ കണ്ടാണ് ഈ കുട്ടിയുടെ ഭാവാഭിനയങ്ങളും മിടുക്കുമൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ലക്ഷ്മി കടാക്ഷമുള്ള ഒരു ദൈവ ചൈതന്യമുള്ള കുട്ടിയാണ്. ഇപ്പോൾ തമിഴ് തെലുങ്കിൽ നിന്നൊക്കെ ഈ പടത്തിൻ്റെ തന്നെ ഡബ്ബിങ്ങിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഈ കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി കടാക്ഷമുള്ളത്, പെരിയ ആർട്ടിസ്റ്റ് ആകുമ്പോൾ ശ്രീദേവിമാരി വരും. ഞാൻ പറഞ്ഞത് നാളത്തെ മഞ്ജു വാര്യരാണെന്നാണ്. ഭയങ്കര ടാലൻസ് കൊണ്ട് ഭയങ്കര ബുദ്ധിയാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് എൻ്റെ റിപ്ലൈ, മെച്യൂർ ടോക്കിംഗ് ആണ്, നല്ല കുട്ടിയാണ് സംഭവം. അപ്പം അതും കൂടി ആയിരിക്കും ഇപ്പോൾ ഗൂഗിളിലേക്ക് വന്നത്. ഇപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൊറർ ഓണറിലുള്ള സിനിമകൾ ഒരുപാട് വന്നിട്ടില്ല. ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഭാർഗവി നിലയം, ലിസ, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ആകാശഗംഗ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നാണെങ്കിൽ ആകാശഗംഗയും മറ്റ് സിനിമകൾക്ക് ഒരുപാട് ട്രോൾ ചെയ്യപ്പെടുന്ന വെള്ളിയാഴ്ച രാത്രി ഒന്നും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതൊന്നും ഇല്ലെന്നറിയാം. അത് അവർക്കൊരു തമാശയായിരിക്കും. ഇപ്പൊ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ടു പേടിച്ച പല പ്രേത സിനിമകളും ഇന്ന് ട്രോൾ ചെയ്യപ്പെടുകയും നമ്മളും കണ്ടിട്ട് അങ്ങനെ പേടിക്കുന്നത്. പക്ഷെ നമ്മൾ മറ്റ് ലാംഗ്വേജസിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പം എസ്പെഷ്യലി നമ്മൾ വിദേശ ചിത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അന്നും ഇന്നുമുള്ള പല ചിത്രങ്ങളും ഒരുപോലെ പേടിപ്പിക്കുന്നതാണ്, ഇന്ന് കാണുമ്പോഴും ഉള്ളതുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ എന്തായിരിക്കാം ഈ ഹൊറർ ഓണർ? ഇപ്പം നമ്മൾ അങ്ങനെ പ്രൊഡക്ഷൻ വൈസ് ഒരുപാട് പണം ഇറക്കിയില്ലെങ്കിലും ചില ഹൊറർ ഓണർ സിനിമകൾ, ഇപ്പോൾ ഈ ഫൗണ്ട് ഫൂട്ടേജ് സിനിമകളൊക്കെ ഒരുപാട് ഹിറ്റ് ആയിട്ടുണ്ട്. സോ എന്തുകൊണ്ടായിരിക്കാം ഹൊറർ ഓണറിൽ മലയാള സിനിമ അങ്ങനെ പേടി എന്നുള്ളൊരു വികാരം എല്ലാവർക്കും ഉണ്ട്. പലരും പറയും എനിക്ക് പേടിയില്ലെന്ന് പറയും. നമ്മൾ അവരെ മൊത്തം ഇങ്ങനെ കാണിച്ചാൽ മതി, അയ്യോ എന്ന് പറയും. ഒരു ഇരട്ടത്തോടെ നടന്നു പോകുമ്പോൾ ഒരാൾ കുറുക ചാടിയാൽ മതി, ഒരു പട്ടി ചാടിയാൽ മതി, പേടിച്ചു. എല്ലാവരും പേടിക്കും. എനിക്ക് വളരെ പേടിയുള്ള ഒരാളാണ് ഞാൻ. ഇരട്ടത്തൊറ്റയ്ക്ക് നടക്കാൻ പേടിയുള്ളതാണ്. പരിചയമില്ലാത്തൊരു ഹോണ്ടഡ് പ്ലേസിൽ പോകത്തില്ല. ഏതെങ്കിലും ഹോട്ടലിൽ ചെന്നാൽ ഞാൻ കിട്ടും എൻ്റെ ഡോറ് പൊളിച്ചിരിക്കുന്നില്ല, അത് കുഴപ്പമൊന്നുമില്ല സാർ. ഞാൻ പിന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ അതിനകത്തൊരു ആത്മഹത്യ നടന്നിട്ടുണ്ട്, അതിൻ്റെ പൂട്ട് മാറ്റിയിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ അവിടെ കിടക്കില്ല. ഇതിനകത്തൊന്നും കാര്യമില്ല, മരിച്ചവർ പോയി എന്നൊക്കെ വാച പഠിക്കാനൊക്കെ പറ്റും പകല്. പക്ഷെ ഞാൻ എങ്ങനെ ഉറങ്ങും? എൻ്റെ ഫാനിൽ കൂടെ വേറെ അടുത്തും തൂങ്ങിക്കുന്ന ആടുന്നേക്കിൽ രാത്രി സമയം ഞാൻ അവിടെ പൊക്കിളയും നിൽക്കത്തേയില്ല. ഭയങ്കര ഭയമുള്ള കാര്യമാണ് ഹോണ്ടഡ് പ്ലേസ്. ചില ഒരു ഹോണ്ടഡ് പ്ലേസ് അല്ല, ഒരു കാട്ടിനകത്ത് റിസോർട്ട്, ഒറ്റ മുറിയുള്ളൂ, ഞാൻ അവിടെ താമസിക്കണം. ഞാൻ താമസിക്കില്ല. പീസ്ഫുൾ ആണെന്ന് വിചാരിക്കും. പിന്നെ മാത്രമല്ല ഈ പേടി എല്ലാവർക്കും ഇഷ്ടമാണ്. ഉദാഹരണം നമ്മൾ അന്ന് ഞാൻ എക്സോസിസ്റ്റ് എന്നൊരു പടം വന്നു, ടെറിഫിക് ഹിറ്റാണ്. അതിൽ ഓമൻ എന്നൊരു പടം വന്നു, ഭയങ്കര ഹിറ്റാണ്. ഫ്രൈഡേ 13th, പിന്നെ അതിനകത്ത് കുറച്ച് വേറെയും കൂടെ സംഭവം ഉണ്ട്, അത് ഓമൻ. ഇതൊക്കെ ഭയങ്കര ഹിറ്റായ പടങ്ങളാണ്. മലയാളത്തിൽ നല്ലൊരു ഹൊറർ പടം ഈ അടുത്ത കാലത്തും വന്നില്ല. മുമ്പ് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുത്തിയ അതിഗംഭീര ക്ലാസിക് പടമാണ് ഭാർഗവി നിലയാണ്. നമുക്ക് അത് വിൻസെന്റ് മാഷ് ഡയറക്റ്റ് ചെയ്തും വൈക്കം മുഹമ്മദ് ഹുസൈൻ്റെ കഥയും പിന്നെ അതിനകത്ത് PJ ആൻ്റണി, നസീർ സാറ്, മധു സാറിൻ്റെ ഒക്കെ അഭിനയവും എല്ലാം കൊണ്ട് അന്നൊരു ഭയങ്കര സംഭവമായിരുന്നു ഭാർഗവി നിലയം പടം. ഭാർഗവി നിലയം പടം എന്നാൽ ഇന്നത്തെ സീസണിൽ എടുക്കാൻ പറ്റില്ല. ഇന്നൊരു പ്രേമലേഖനം പേപ്പർ എഴുതി അതിൽ വെക്കേണ്ട ആവശ്യമില്ല, എല്ലാം മൊബൈലിൽ കൂടെ പാസ് ചെയ്യാം. ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സബ്ജക്റ്റിന് പ്രസക്തിയില്ല. പക്ഷെ ഇത് ഈ അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന പടമേ അല്ല കേട്ടോ, ഒട്ടുമല്ല. പക്ഷേ ഇതൊരു മനയിലേക്ക് വർഷങ്ങളായിട്ട് നിന്നുപോയൊരു പൂജ കാണാനായിട്ട് വരുന്ന കുറേ ഫാമിലിയുണ്ട്, കസിൻസൊക്കെ, ഈ കുട്ടികളുണ്ട്. ഈ കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഇതൊരു എന്താ പറയുക, ഒരു ഹൊറർ കോമഡി ഫാൻറ്റസിയാണ്. ഈ കുട്ടികളും ഗുളിയനുമായിട്ട് കാണുന്ന സംഭവം. ഗുളിയൻ എന്നുള്ള വടക്കൻ മലബാറിലൊക്കെ വളരെ പ്രശസ്തമാണുള്ള സംഭവം. ഗുളിയൻ പോസിറ്റീവാണ്, ഗുളിയൻ നമ്മുടെ തെയ്യത്തിലുള്ളതാണ്, മിത്താണ്. ഗുളിയനും കുട്ടികളായിട്ടൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് പടത്തിൻ്റെ രസം പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു എന്താ പറയുക തിയേറ്ററിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതിൻ്റെ റീ റെക്കോർഡിങ് സൗണ്ട് സൈഡ് ഭയങ്കരമാണ്. പിന്നെ സ്പെഷ്യൽ എഫക്ട്സ്, പിന്നെ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി, അങ്ങനെയൊക്കെ വേണം ഇങ്ങനെയുള്ള പടങ്ങൾ എടുക്കുമ്പോൾ. അല്ലാതെ ചുമ്മാ ഒരു സാധാരണ രീതിയിൽ ഈ പടം മേക്ക് ചെയ്ത് നിൽക്കത്തില്ല ആൾക്കാർ. ഈ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പിന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഇപ്പം സെറ്റില് നല്ല ഫുഡ് കൊടുക്കണം, നല്ല താമസ സൗകര്യങ്ങൾ നന്നായിട്ട് കൊടുക്കും എന്നുള്ളത്. എനിക്ക് അതിൽ ഇഷ്ടമില്ല 9 ശേഷം ഷൂട്ടിംഗ് വെക്കുന്നത്. നൈറ്റ് സീൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ പടത്തിനൊക്കെ അങ്ങനെ വേണ്ടി വന്നിട്ട് അങ്ങനെ നൈറ്റ് സീൻ നടക്കുന്നതല്ലല്ലോ സംഭവം. എനിക്ക് ഡേ ഹൊററാണ് സംഭവം. പിന്നെ മാത്രമല്ല ഞാൻ നൈറ്റ് സീൻ ഉണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും നൈറ്റ് സീൻ ഇല്ല, അപ്പം നിങ്ങൾ ഇന്ന് 9 വരെ വർക്ക് ചെയ്യും, നാളെ ആ സീൻ്റെ ബാക്കി 9 വർക്ക് ചെയ്യും. നമുക്കുണ്ടല്ലോ 10-40 ദിവസം, അങ്ങനെ തീർക്ക്. ഞാൻ നിൽക്കില്ല, 9 ശേഷമുള്ള പരിപാടിയൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയും. പക്ഷെ എന്നാലും ഇപ്പോൾ മോഹൻലാൽ ശോഭന അഭിനയിക്കുന്ന പടമുണ്ട്, തരുൺമൂർത്തി ഡയറക്ടർ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ താടി വളർത്തി മുട്ടയടിച്ചിരിക്കുന്നതൊക്കെ. അതിന് വെളുപ്പിന് 5:30 ഒരു ഫുൾ ട്രെയിനാണ്, മഴയത്ത് നിന്നാണ് അഭിനയിച്ചത്. പക്ഷെ വേറെ വഴിയില്ല, അങ്ങനെയാണ് ആ സബ്ജക്റ്റ്.
അപ്പം ഈ പ്രൊഡ്യൂസർ ആവുന്ന സമയത്ത് ഇപ്പം നമ്മൾ ആദ്യത്തെ പടം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പ്രൊഡക്ഷനിൽ ഈ ഒരു ക്വാളിറ്റി വേണം. ഫുഡിൻ്റെ ആണെങ്കിലും താമസ സൗകര്യം ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു എല്ലാ ആർട്ടിസ്റ്റുകൾക്കൊക്കെ നല്ലൊരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. അവർക്ക് സൗകര്യം വേണം. ടെക്നീഷ്യൻസിന് എല്ലാവർക്കും. അത് ഈ ഫസ്റ്റ് പടത്തിലുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളായിട്ട് ഫോളോ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഈ വർഷങ്ങളിലാണോ, ഇക്കഴിഞ്ഞ വർഷങ്ങളിലൂടെയാണോ അത് പഠിക്കുന്നത്? ഞാൻ വന്ന വഴി വളരെ കഷ്ടപ്പെട്ട വഴിയായ സിനിമയിൽ. അന്ന് ഹീറോയ്ക്ക് ഒരു പ്രത്യേക ഫുഡ്, സെക്കൻഡ് ഗ്രേഡ് ഉള്ളവർക്ക് ഇത് സങ്കടം വരും. ലൈറ്റ് ബോയ്സിനൊക്കെ തൈര് സാധവും സാമ്പാർ സാധവും ഒരു ഇലയിൽ പൊതിഞ്ഞത്, അല്ലെങ്കിൽ പുളിയോ തലേ തമ്മിൽ അങ്ങനെ ഡിസ്ക്രിമിനേഷനുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും നമ്മളൊരു പടം എടുക്കുമ്പം ഹീറോ കഴിക്കുന്ന ഫുഡായിരിക്കണം ഏറ്റവും താഴെയുള്ള ആളും കഴിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പിന്നെ മാത്രമല്ല ജോലി കഴിഞ്ഞ് നിന്ന് ടയർഡായിട്ട് കൊതുകടിയും കൊണ്ട് നേരം വിളക്കുമായിട്ട് അവരൊക്കെ സുഖമായിട്ട് AC റൂമാണ് എല്ലാവർക്കും വരുന്നത് കേട്ടോ. യൂണിറ്റുകാർ അങ്ങനെയുള്ള കുറച്ച് പേര് ഒഴിച്ച് ഫാനുള്ള നല്ല റൂമാണ് കൊടുക്കുന്നത്. കേട്ടോ, തല്ലിപ്പൊളി ഏതെങ്കിലും വീട് വാടകയ്ക്ക് എടുത്ത് 15 പായും വാടകയ്ക്ക് ഇട്ടൊക്കെ എടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, എല്ലാവരും ഒന്ന് സുഖമായിട്ട് ഇറങ്ങണം, സന്തോഷമായിട്ട്. രാവിലെ എണീക്കണം, പക്ഷേ 5 മണിക്ക് എണീറ്റ് എനിക്ക് 7 മണിക്ക് വർക്കിന് വേണം. ഞാൻ 9 ശേഷം വർക്ക് വയ്ക്കില്ല. രാത്രി ഇപ്പം മുമ്പൊക്കെ 2 മണിയൊക്കെ വർക്ക് പോകണമെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഷൂട്ടിങ് തുടങ്ങുള്ളൂ. എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ. പക്ഷേ ഈ പടത്തിനകത്ത് 9 ശേഷം വർക്ക് പോയിട്ടേ ഇല്ല. ഓക്കെ. ഇപ്പം നമ്മൾ ഈ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ കാണുവാണെങ്കിൽ ഇപ്പം അനന്തഭദ്രം പോലുള്ള ഒരു സിനിമ വരുന്നു, അല്ലെങ്കിൽ മറ്റ് സിനിമകൾക്കൊക്കെ ഒരേ സമയം ഒരുപക്ഷെ ആളുകളെ വളരെ രസിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പം അല്ലെങ്കിൽ കണ്ണെഴുതി പൊട്ടും തൊട്ട്. എന്നാൽ അതേസമയം അതിനകത്ത് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇപ്പം അനന്തഭദ്രത്തിൽ ആ മിസ്റ്ററി ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു സ്റ്റോറി ആളുകൾക്ക് കണക്ട് ആവുക എന്നുള്ളൊരു തോട്ട് ആ ടൈമിലുണ്ട്. കാരണം മലയാളത്തിൽ ആ ടൈമിലൊന്നും അത്രയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വന്നിട്ടില്ല. ഇപ്പം ദിഗംബരനെ പോലൊരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നു, അയാളുടെ വില്ലത്തരം ആളുകൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അതൊരു ഔട്ട് ഓഫ് ദ വേൾഡ് ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കണ്ണെഴുതി പൊട്ടും തൊട്ട് മഞ്ജു വാര്യർ എത്ര സക്സസ്ഫുൾ ആണെങ്കിലും ഒരു ലേഡീനെ ഫ്രണ്ടിൽ വെച്ച്, അപ്പുറത്ത് തിലകനെ പോലുള്ള ഒരു സീനിയർ ആക്ടർ ബിജു മേനോനൊക്കെ വെച്ച് ഇവരെ ഹീറോയായിട്ട് അവതരിപ്പിച്ചിട്ട് ഒരു സിനിമ ചെയ്യും. ഇവർക്ക് അതിനകത്ത് മഞ്ജു വാര്യരുടെ എന്താ പറയാ കാമുകനായിട്ട് കൊണ്ടുവന്ന തമിഴിൽ നിന്ന് അബ്ബാസിനെയായിരുന്നു. കാര്യം മലയാളത്തിൽ ആർക്കും അവരെ കൂടെ നിൽക്കാൻ ഒരു ക്വാളിറ്റിയുള്ള അങ്ങനെ ഒരു സാറ് വേണ്ടേ. അവരവിടെ അറിയപ്പെടുന്ന ഹീറോയിൻ ഇല്ല. അങ്ങനെയാണ് തമിഴിൽ നിന്ന് അബ്ബാസിനെ കൊണ്ടുവന്നത്. അപ്പം ഇത് ഞാൻ 2 ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പം എല്ലാ സിനിമയ്ക്കും അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും ഈ രണ്ട് പടങ്ങളും കമ്മിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നോ? ലൈക്ക് നമ്മള് മാനന്തപുരത്തിലൊക്കെ വെച്ചാൽ ഞാൻ സുനിൽ പരമേശ്വരൻ ഒരാളിനെ കാണാൻ പോയി. അന്ന് ഞാൻ ഒരു സീരിയലൊക്കെ എടുത്ത് ഒരു ചാനലിന് കൊടുത്തിട്ട് പൈസ കിട്ടാതെ വിഷമിച്ചു. ഒന്നും തന്നില്ല, ചാനലിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ മലയാള മനോരമയുടെ ഇപ്പോഴത്തെ മനോരമ വീക്കിലെ ചീഫ് എഡിറ്റർ ദിലീപുണ്ടല്ലോ, ദിലീപിനോട് ഞാൻ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ടെൻഷനാണ്. അവർ പൈസ ഒന്നും തരുന്നുമില്ല, ഞാൻ എന്ത് ചെയ്യാം. പുള്ളി പറഞ്ഞു ഇവിടെ കരിക്കയം ക്ഷേത്രമുണ്ട് ട്രിവാൻഡ്രത്ത്, കാരണം അവിടെ പോയി നട തുറന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വെള്ളിയാഴ്ച അവിടെ പോയി രാവിലെ പോയി നട തുറന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ച് റൂമിൽ വരുമ്പോൾ എനിക്ക് ഫോൺ കാണണം. ഹലോ, രാജേട്ടാണോ? ഞാൻ പറഞ്ഞത് ഞാൻ സുനിൽ പരമേശ്വരനാണ്. രാജേട്ടൻ ഒരു ചാനലിൽ നിന്ന് പൈസ കിട്ടാണ്ടല്ലേ? ഞാൻ പറഞ്ഞത് എനിക്ക് രാജേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റ്, ഭീമയുടെ ഒക്കെ പരസ്യം കൊടുക്കുന്നത് നമ്മളാണ്. അപ്പോൾ ആ പൈസ അഡ്ജസ്റ്റ് രാജേട്ടനെ കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എപ്പോൾ വരണം? 9 മണിക്ക്. ഞാൻ 9 മണിക്ക് അവിടെ ചെന്നു. പുള്ളി പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ ആഡൊക്കെ അവരൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സെക്കൻഡ് ഇതാ, ഞാൻ കഥ എഴുതുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. ഇത് മലയാള മനോരമയിൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ട്, സ്വർണ്ണ മെഡൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ പോകണം. രാജ്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ വെച്ച് ഇനി ഇത് അങ്ങനെ ഇതൊക്കെ പരസ്യമൊക്കെ ചെയ്ത് തരാൻ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു ശരി വായിക്കാം. അങ്ങനെ ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ വൈകുന്നേരം തുറന്നു നോക്കി 2 പേജ് വായിച്ചു, 3 പേജ് വായിച്ചു. ഞാൻ കുറേ നേരം ഒന്ന് വായിച്ചു. പിന്നെ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് ആരംഭിച്ചു. ഫുൾ വായിച്ചു തീർത്തപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു 6-7 സിനിമയ്ക്കുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അത്രയ്ക്ക് സംഭവം, അത്രയും നമ്മൾ പടത്തിൽ എടുത്തിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ ചെല്ലുന്നു, ഞാൻ വന്ന് വായിച്ചു. മലയാള മനോരമയുടെ ഗോൾഡ് മെഡൽ നിങ്ങൾക്കായിരിക്കും ഷുവർ. അതുപോലെ തന്നെ സംഭവിച്ചേട്ടോ, അതിന് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഒരുപക്ഷെ ടെലിവിഷൻ സീരിയലായിട്ടോ അല്ലെങ്കിൽ സിനിമയായിട്ടോ എടുക്കും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു എളിയ സംഭാവന ഒരു 10,000 രൂപയുടെ ചെക്ക് കൊടുത്തിട്ട് പോയി. അതിനുശേഷമാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതും വരുന്നതൊക്കെ സംഭവം. അങ്ങനെ ഇത് ഞാൻ സാബു സുലിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പോയി. സാബു സുൽ വരുന്നു, ഇത് ഡിസൈൻ ചെയ്തു. പക്ഷേ സാബു സുൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നു. ഇത് എന്താണ് നമ്മുടെ ശങ്കറിൻ്റെ പടം എന്തിരൻ മറ്റേത് മറിച്ചൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് നമ്മൾ ഈ വർഷം നടക്കുമോ, പാടാണെന്ന്. അപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ചു. അപ്പോഴാണ് ഈ കഥ
സന്തോഷിൻ്റെ അടുത്ത് പറയും. സന്തോഷിന് കഥ ഇഷ്ടപ്പെട്ടു, ഓക്കെ. ഞാൻ മറ്റേ 4 പാട്ട് റെക്കോർഡ് ചെയ്തതാണ്. ആ പാട്ടൊക്കെ മാറ്റി പുള്ളിയുടെ ടേസ്റ്റിന് എം ജി രാധാകൃഷ്ണനും നമ്മുടെ പുത്തഞ്ചേരിയൊക്കെ ഇങ്ങനെ പുതിയ പാട്ടൊക്കെ എഴുതി. ഞാൻ അപ്പോൾ അന്നും സന്തോഷമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ദിഗംബരം എന്നുള്ള ക്യാരക്ടർ ഒരു മാറ്റവും ഇല്ല, അത് മനോജ് കെ ജയൻ തന്നെ ചെയ്യണം. കാരണം മറ്റേ പടത്തിലുള്ള ഇൻസ്പിറേഷൻ തന്നെയാണ്. സ്വർഗത്തിലെ മൊട്ടയടിച്ച് വന്നില്ലേ ആ കണ്ണിന് ലുക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ സന്തോഷം അയാൾ കറക്റ്റാണ്. അങ്ങനെ സന്തോഷം ഈ പടത്തിൽ മനോജ് കെ ജയൻ വരുന്നത്. പിന്നെ പൃഥ്വിരാജ് ആയിരുന്നില്ല അതിനകത്ത് പൃഥ്വിരാജ്. അങ്ങനെ നമ്മളെ പടം എടുക്കും. പക്ഷേ ഭയങ്കര രസമുള്ള ഷൂട്ടിംഗ് ആയിരുന്നു, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒരു കരിയറിൽ രസകരമായിട്ടുള്ളൊരു മണിയൻപിള്ള രാജു എന്നുള്ള വ്യക്തിയുടെ സാന്നിധ്യം തോന്നിയിട്ടുണ്ട്. ഇപ്പം മോഹൻലാലിനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ സംവിധായകനും എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത വ്യക്തിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നന്ദനത്തിലേക്ക് പൃഥ്വിരാജിനെ സജസ്റ്റ് ചെയ്യുന്നത് ബാർബർ ഷോപ്പിൽ കണ്ടൊരു പക്ഷെ ഇങ്ങനെ ഓസ്ട്രേലിയയിലൊക്കെ പോയി പഠിച്ചിരിക്കുന്ന ഒരു ഹെർക്കുലീസ് പോലെ നല്ല അതിസുന്ദരനായിട്ടാണ്. അപ്പോഴാണ് വൈകുന്നേരം രഞ്ജിത്ത് വിളിക്കുന്നത് കോഴിക്കോട് നിന്ന്. രാജു ഒരു പയ്യനെ വേണം, ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇങ്ങനെ ആളുണ്ടോ? അയ്യോ ഒന്ന് വരാൻ പറയാം. ഞാൻ മല്ലിയെ വിളിച്ചു, മല്ലിയെ ഞാൻ ഒന്നിച്ച് വിളിച്ചു. അങ്ങനെ മല്ലിയെ വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി കോഴിക്കോട് പോവാണ്. എന്നിട്ട് അവിടുന്ന് രാത്രി എൻ്റെ അടുത്ത് രഞ്ജിത്ത് പറയണേ, താങ്ക് യു സോ മച്ച്, ഇതിനപ്പുറം ആളില്ല കേട്ടോ കാസ്റ്റിങ്ങിന്, സുന്ദരൻ മിടുക്കൻ, ഇത് തന്നെ മതി. അങ്ങനെ നന്ദനത്തിൽ ഇപ്പോൾ മോഹൻലാലിന്റെ കാര്യത്തിൽ ഇപ്പോൾ വളരെ ചെറുപ്പത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഒരു നാടകം എഴുതി തരാൻ വേണ്ടി. അല്ലല്ല, 10ാം ക്ലാസ് ഞാൻ മോഡൽ സ്കൂളിൽ ബെസ്റ്റ് ആക്ടർ ആസ് ക്ലബ് സെക്രട്ടറിയുടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പുള്ളി അപ്പോൾ 5ാം ക്ലാസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു നാടകമാണ്. ഞാൻ വെളുകൃഷ്ണൻകുട്ടിയുടെ സാറിൻ്റെ കമ്പ്യൂട്ടർ നാടകം എൻ്റെ വീട്ടിൽ വെച്ച് എന്നെ പഠിപ്പിച്ച് ആ നാടകം മേക്കപ്പും ചെയ്ത് ഡയറക്ടർ ഓൺലൈൻ ബെസ്റ്റ് ആക്ടറും കിട്ടി. ആ നാടകം തന്നെ ഫസ്റ്റ് പ്രൈസും കിട്ടി. ഇപ്പം 3 ദിവസം മുമ്പ് ഞങ്ങളുടെ തൊഴിൽ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളിരിക്കുമ്പോൾ ആരോ വന്നോ പുള്ളി പറഞ്ഞു, എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ് ഇരിക്കുന്നത് എന്ന് പറയാം. അതെനിക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഗ്രോത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം ഗ്രോത്ത് മീൻസ് നിങ്ങളിപ്പം മോഹൻലാലിൻ്റെ കൂടെ ആണെങ്കിൽ ഒരുമിച്ചായിരിക്കും നിങ്ങളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ. ഇപ്പം പേയോട്ടം അദ്ദേഹത്തിന് വെള്ളാനകളുടെ നാളും മേയോട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദത്തിൽ ഒരു നാൾ വരും. ഒരു നാൾ വരും. ഇപ്പം അടുത്ത വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ 2010. അപ്പം അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ ഏറ്റവും ചെറിഷ് ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ ഒരു മൊമെന്റ് എന്തായിരിക്കും? മോഹൻലാൽ എന്നുള്ളൊരു വ്യക്തിയായിട്ട് ഒരു പ്രൊഫഷണലിയും ഇടപെട്ടിട്ടുണ്ടല്ലോ, പ്രൊഡ്യൂസർ ആക്ടർ എന്നുള്ള നിലയിലും സഹതാരം എന്നുള്ള നിലയിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ചെറിഷ് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ? അദ്ദേഹത്തിന് ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. യാത്രകൾ ഒരു മനുഷ്യരെയും ഇറിറ്റേറ്റ് ചെയ്യുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യത്തില്ല. വഴക്ക് പറയേണ്ട സിറ്റുവേഷൻ വന്നാലും പുള്ളി പറയത്തില്ല. എന്തിനാ നമുക്കൊരാളിനെ വഴക്ക് പറയാനോ വാക്കുകൊണ്ട് പീഡിപ്പിക്കാനോ അവകാശമില്ലല്ലെന്ന് പറയും. പിന്നെ ഏത് സർക്കംസ്റ്റൻസിൽ ചെന്നാലും ഏത് ആർട്ടിസ്റ്റ് വന്നാലും ഏത് ആൾ വന്നാലും അവരും എല്ലായിട്ടും പുള്ളി ഭയങ്കര സിങ്കാണ്. നമുക്ക് ചില ആൾക്കാർ ഒരു നാച്ചുറൽ ഡിസ്ലൈക്ക് അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഏരിയ എടുക്കില്ലല്ലോ. പുള്ളി അവരെ അക്കോമഡേറ്റ് ചെയ്യും. എന്നൊക്കെ പറഞ്ഞിരിക്കുകയില്ല. ഇതൊരു ഡിപ്ലോമസിയോ സെറ്റോ ഒന്നും അല്ല. പുള്ളി അങ്ങനെയാണ്. പുള്ളി തന്നെ പറയും, എനിക്ക് അങ്ങനെ ആരും അറ്റാച്ച്മെൻറ്റും ഇല്ല, എനിക്ക് ആരും ഡിറ്റാച്ച്മെൻറ്റും ഇല്ല എന്ന് പറയും. ഓക്കെ. ഇപ്പോൾ മണി സാറിൻ്റെ ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ താങ്കളുടെ ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ നമുക്ക് ഇങ്ങനെ തോന്നുന്നു. പഴയ കാലത്ത് അഭിനയിച്ചിട്ടുള്ള പല സിനിമകളുടെയും അന്നത്തെ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്ത് കാണാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം കൂടെയുടെ സിനിമയിൽ മമ്മൂട്ടിയുടെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റർ അത് 2-3 തവണ ഷെയർ ചെയ്ത് കാണാറുണ്ട്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ആളാണോ ശരിക്കും? തീർച്ചയായിട്ടും. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടിയെ. അതിനേക്കാളും ഇഷ്ടമാണ് മമ്മൂട്ടിക്ക് എന്നെ. അത്ര ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പറയാം, പുള്ളി സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഞാനും ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ് ഉള്ള കാര്യം മുഖത്തേക്ക് പറയാം. അപ്പോൾ എല്ലാവരും ചോദിക്കും ശത്രുക്കൾ ഉണ്ടായിട്ടില്ല. ഞാൻ ഉണ്ടാവും, ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായിട്ട് പറയാം. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മിങ്ങലാണ്. ഇത് അയ്യോ പറയണമായിരുന്നു നല്ലത്. ഇതാണോ മമ്മൂട്ടിയും മണിയൻപിള്ള രാജുവും തമ്മിലുള്ള ഒരു ഇക്വേഷൻ? നിങ്ങൾ രണ്ടുപേരും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട്? സ്ട്രൈറ്റ് ഫോർവേഡിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ അല്ലാതെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഭയങ്കര ഇഷ്ടമാണ്. സിൻസിയറാണ് പുള്ളി. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഈ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മനുഷ്യന് ഇടുക്കി ഗോൾഡ് പോലൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അതൊരു ഭയങ്കര നൊസ്റ്റാൾജിയയിൽ കടന്നു പോകുന്ന സിനിമയാണല്ലോ. അപ്പം അതിലെ ക്യാരക്ടർ ഞാൻ പെട്ടെന്ന് ഇതിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് ഭയങ്കരമായിട്ട് ഓർമ്മകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആഷിക് അബു അങ്ങനെ കാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം. ആ കാലത്തൊക്കെ എന്താ പറയുക, ചാമരം 77 തൊട്ട് പരിചയമുള്ളതാണ്. പ്രതാപ് പോത്തനുണ്ട്, പിന്നെ വിജയരാഘവനുണ്ട്, ബാബു ആന്റണിയുണ്ട്, രവീന്ദ്രൻ ഞാൻ അഡാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് എൻ്റെ ജൂനിയറാണ്. അപ്പോൾ അവരൊക്കെയുള്ള ഒരു അസോസിയേഷൻ എല്ലാ ദിവസവും നമുക്ക് ഇരുന്ന് പറയാൻ മാറ്ററുകളുണ്ട്. എല്ലാ ദിവസവും ഷൂട്ടിങ്ങിൻ്റെ സമയം സംസാരിക്കാനും ഒക്കെ. ഈ അടുത്ത് നിങ്ങളൊരു ഡാൻസ് ഒരുമിച്ച് കളിച്ചിട്ടില്ലേ?
ഇപ്പം മനോരമയ്ക്കിടെ റീൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പക്ഷെ ഡാൻസ് ഒന്നും അങ്ങനെ ഒരുപാട് കളിച്ച് കണ്ടിട്ടില്ല കരിയറിൽ. അന്നത്തെ പണ്ട് കളിക്കല് കുറച്ച് സിനിമകളിൽ എനിക്ക് ഒരു നാണം കെട്ടാണ് ഞാൻ ചെയ്യും, ഡാൻസ് കളിക്കും, നാണമില്ല ഡാൻസ്. ഇപ്പൊ ഈ പുതിയതിന്റെ ഇപ്പം ഈ ഒരു സ്റ്റേജ് ഷോക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതാണ് അവസാനം കളിച്ചത്. അത് റീൽസിൽ പണ്ട് ഞാൻ ദുബായ് ഷോയ്ക്കൊക്കെ ഞാനും കൽപ്പനയും കൂടെ ഒരു ഫുൾ സോങ് ഒക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എനിക്ക് അറിയുകയും ചെയ്യാം. അത് ഞാൻ ചെയ്യും ഡാൻസ്. അപ്പൊ അവിടെ അന്ന് തന്നെ ഒരു റിഹേഴ്സലും കാര്യങ്ങളുണ്ട്. ഞാൻ വലിയ റിഹേഴ്സലും ചെയ്തില്ല, ആക്ഷൻ പറയുമ്പോൾ ഞാൻ ചെയ്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോ ഈ ആവേശം സിനിമ ഇറങ്ങിയ ശേഷം ചോട്ടാ മുംബൈ വീണ്ടും ചർച്ചയിൽ വരുന്നുണ്ട്. അപ്പം ആവേശം സിനിമയിലെ ഒരു പ്രധാന സീക്വൻസ് ചോട്ടാ മുംബൈയുടെ ആക്ഷൻ കാണിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചോട്ടാ മുംബൈയുടെ എന്തെങ്കിലും കണക്ഷൻ വരുമോ അങ്ങനെ ഒരു ചോദ്യമൊക്കെ ഇപ്പം എസ്പെഷ്യലി OTT-ലും കൂടെ വന്ന ശേഷം നടക്കുന്നുണ്ട്. ചോട്ടാ മുംബൈ ഇനി അടുത്തൊരു ഭാഗം വരുമോ? അതിന്റെ ഒരു പ്രൊഡക്ഷൻ സ്റ്റോറിനെ പറ്റിയിട്ടും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. അൻവർ റഷീദിന്റെ അതും സ്റ്റോറി തന്നെയായിരുന്നു, പക്ഷെ അത് സ്റ്റോറിയേക്കാൾ ഒരു മേക്കിങ്ങിന് പ്രാധാന്യമുള്ള സിനിമയായിരുന്നു. മാജിക്കാണ്. പക്ഷെ അതിന് എന്ന് വെച്ചാൽ രാജമാണിക്യം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അൻവർ റഷീദിനത് പറഞ്ഞു. അപ്പോൾ രാജമാണിക്യത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മോഹൻലാൽ പടം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പടം അത്ഭുത ഹിറ്റാണ്, എല്ലാ തരക്കാർക്കും ഇഷ്ടപ്പെട്ട പടം രാജമാണിക്യം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ബെന്നി പി നായർ അമ്പലത്തിനെ കൊണ്ടുപോകുന്നു, ഒരു കഥ പറയണം, മോഹൻലാൽ നമുക്ക് കേൾക്കാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ടൊരു സ്ക്രാച്ച് ഉണ്ടാക്കി. അതെന്നെ അൻവർ റഷീദ് കേട്ടു, ഇങ്ങനെ ചോട്ടാ ചോട്ടാ മുംബൈ എന്നൊക്കെ ഒരു സാധനം, ഒരു 2 വരി. അപ്പോൾ അത് ഞാൻ ലാലിന് അയച്ചു കൊടുത്തു. ലാലിന് അയച്ചു കൊടുത്തപ്പോൾ ലാൽ അത് കോഴിക്കോട് ബേബി മറൈൻസിൽ അവിടെ നിന്ന് കേട്ടപ്പോൾ അവിടുത്തെ മക്കളെല്ലാം പറഞ്ഞു ഈ ഇത് ഭയങ്കര രസമുണ്ടല്ലോ. അപ്പോൾ ലാലിനെ വിളിച്ച് നമുക്ക് ആ കഥയൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് ഞാൻ കൊണ്ട് കഥ പറഞ്ഞാൽ വിളിക്കാൻ ഓക്കെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ മനോഹരമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുകയും ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ സമയത്ത് തന്നെ ഷൂട്ടിംഗ് തീർക്കുകയും ചെയ്തു. അതിന്റെ പിന്നെ ആ ടൈമിൽ അതിന്റെ ഒരു ഹ്യൂജ് സക്സസ് വന്ന സമയത്ത് അതിന്റെ ഒരു 2ാം ഭാഗം ആലോചിച്ചാലോന്നോ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ടീമിനെ വെച്ച് മറ്റൊരു പടം ആലോചിച്ചോ, അങ്ങനെ എന്തെങ്കിലും ആലോചനയോ ചർച്ചയോ നടന്നിട്ടുണ്ടായിരുന്നു? ചർച്ച നടന്നില്ല, പലരും പറയുമായിരുന്നു സംഭവം വേണം. ഇപ്പോഴും ഞാൻ പറയാം, മോഹൻലാലിൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസ് ഉണ്ടല്ലോ, മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂം, അവരെല്ലാം മനസ്സിലായിട്ട് സാറേ ആ പടം നമുക്ക് അതുപോലെ ഒരു പടം എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടെങ്കിലും എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് സംഭവം. ഞാൻ പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ ഇപ്പോൾ മറ്റു കാര്യം, ഇപ്പം മലയാള സിനിമകളുടെ ഈ ഒരു വർഷത്തെ 2024 ബാക്ക് ടു ബാക്ക് ഒരുപാട് കോടി ക്ലബും ഹിറ്റുകളൊക്കെ വരുമ്പോൾ ഇതൊരു ഗോൾഡൻ ഒരു മന്ത് ആയിട്ട് അല്ലെങ്കിൽ ഗോൾഡൻ ഇയർ ആയിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പടങ്ങളും ഭയങ്കര കളക്ഷൻ നേടുന്നുണ്ട്. മറ്റ് ലാംഗ്വേജസിൽ നമ്മുടെ സിനിമകൾ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകളൊക്കെ പോയിട്ട് മറ്റ് ലാംഗ്വേജസിൽ പ്രേമലും അടക്കമുള്ള പല സിനിമകളും ഹിറ്റ് ആവുന്നുണ്ട്. അപ്പം ഒരുപാട് നാൾ മലയാള സിനിമയോടൊപ്പം സഞ്ചരിച്ച ആൾ എന്നുള്ള നിലയ്ക്കും പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്കും ഈ ഒരു തിയേറ്റർ കളക്ഷൻ ഇത്ര ബൂം ഉണ്ടായിട്ട് ഈ ഒരു പീരീഡിനെ എങ്ങനെയാണ്? സിനിമ വരുമ്പോൾ ആൾക്കാർ പറയും ഇനിയിപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞാൽ OTT കാണാമല്ലോ, വീട്ടിൽ ഇരുന്ന് കാണാമല്ലോ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ OTT-ക്കാരുടെ കച്ചവടം ഏതാണ്ട് ഒരു നിരപ്പായി. അതുകൊണ്ട് എല്ലാ പടങ്ങളും എടുക്കുന്നില്ല. അവർ ഈ മുകളിലുള്ള സൂപ്പർ സ്റ്റാർസിൻ്റെ 3-4 പേരെ ബാക്കി പടമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഈ ബാക്കി പടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇത് OTT വന്നില്ലെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. അങ്ങനെ ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോകണം. തിയേറ്ററിൽ പോയി പടം കാണുന്നതല്ലേ ഒരു രസം, ഒരു സുഖം. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെയാണ് ആൾക്കാരുടെ ഒഴുക്ക് തിയേറ്ററിലോട്ട് പോയത്. ഇപ്പൊ ഗു ഈ ഒരു ടൈമിലാണ് നിൽക്കുന്നത്. ഇതേപോലെ ആളുകൾ തിയേറ്ററിലേക്ക് ഒരു പർട്ടിക്കുലാരിറ്റി ഉണ്ടായിരുന്ന ഒരു വെക്കേഷൻ ടൈമിൽ റിലീസ് ചെയ്യണമെന്നുണ്ട്. കാര്യം കുട്ടികളുടെ പടമാണ്, കുട്ടികളും കൂടെ എൻജോയ് ചെയ്യേണ്ട ഒരു പടമാണ്. ഈ അന്ധവിശ്വാസത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന പടമല്ല, പക്ഷെ ഒരു ഫൺ ഫിലിമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ഈ പേടിയൊക്കെ ഇഷ്ടപ്പെടുന്നു, അല്ലാതെ ചുമ്മാ പ്രേതം രക്ഷി ഭൂതമൊന്നും അല്ല. പക്ഷെ അല്ലാതെ പടത്തിനകത്തൊരു കഥയിലും കാര്യങ്ങളൊക്കെ കുട്ടികൾ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ഹൊറർ സിനിമയെ സംബന്ധിച്ചതും ഗുവിനെ സംബന്ധിച്ചിട്ട് വരുമ്പോൾ മലയാളത്തിലായതുകൊണ്ട് ഒരു എന്താ പറയുക, ഇപ്പൊ ഗുളികൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു മിത്തിന്റെ പിന്തുണ ഈ സിനിമയ്ക്ക് ഉണ്ടല്ലോ, ലൈക്ക് ആ ഒരു ഫാക്ടർ. അപ്പം അത്തരം ഫാക്ടറുകൾ ഇന്നത്തെ കാലത്തെ കുട്ടികളായിട്ട് പെട്ടെന്ന് കണക്ട് ആവും, അങ്ങനെ ഒരു ഇതുണ്ടോ? കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പക്ഷെ ഇത്തരം സ്റ്റോറീസ് അധികം അറിയുന്നുണ്ടാവില്ല. ഇത് ഗുളിയന്റെ കഥയല്ല, ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു മനയിലേക്ക് കുറെ കസിൻസ് വരെയാണ്, ഒരേ ഫാമിലി മക്കളുമായിട്ട് അവർ ഒന്നിച്ച് കുറച്ച് ദിവസം, ഒരു 10 ദിവസം നിൽക്കുന്ന സമയത്ത് അതിനകത്തുണ്ടാകുന്ന സംഭവങ്ങളും ഈ ഗുളിയനുമായിട്ടുള്ള, ഗുളിയൻ കുട്ടികളുടെയൊക്കെ ആളാണ് സംഭവം. അതാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരുന്ന സംഭവം. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നെങ്കിൽ ഒരു ചോദ്യമുള്ളത്, ഇപ്പം മറ്റേ മല എന്ന് പറയുന്ന ആ വാചകമാണെങ്കിലും ഈ ഓട്ടോയിൽ അയ്യേ എന്ന് പറയുന്ന അതാണെങ്കിലും ഒക്കെ പിന്നെയും ആളുകൾ കാണുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഐ മീൻ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പണ്ട് അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങൾ ഇങ്ങനെ വരുന്നത് വളരെ ആക്റ്റീവായിട്ട് നോക്കാറുണ്ടോ? വളരെ ആക്റ്റീവ് അല്ല, പക്ഷെ ഞാൻ നോക്കാറുണ്ട്. ഇപ്പൊ റിമെമ്പർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു ഫാക്ടർ ആയിരിക്കുമല്ലോ അത്.
അതുകൊണ്ട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറയും, ഒരാൾ ആഗ്രഹിച്ച ജോലി അയാൾക്ക് കിട്ടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കുമ്പോഴേ സിനിമ നടനാവണമെന്ന് ആഗ്രഹിച്ചാണ്. അങ്ങനെ അത് കിട്ടാതെ ഞാൻ വേറെ ഏതെങ്കിലും ജോലിക്ക് വന്ന് എനിക്ക് ഞാൻ ചിലപ്പോൾ ഇതിനു മുമ്പ് മരിച്ചു പോയി. എൻ്റെ ജന്മം എനിക്കങ്ങ് ബോറടിച്ചല്ലേ ഈ ജോലി എന്തിന് ഞാൻ ഇതിനു വേണ്ടി അല്ലല്ലോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടൊന്നും തന്നെ ചാൻസ് വർഷങ്ങളോളം കിട്ടായിരുന്നപ്പോഴൊക്കെ ഇങ്ങനെ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ എന്തെങ്കിലും ഈ ചുവരിൽ എൻ്റെ ഒരു പോസ്റ്റർ വരുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടി, എനിക്ക് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അത് മോഹൻലാലിനെ പോലെ ഒരാളിനെ വെച്ചും പൃഥ്വിരാജിനെ പോലെയും മമ്മൂട്ടിയൊക്കെ വെച്ച് എടുക്കാൻ പറ്റിയില്ലേ. എത്രയോ പേര് പടം എടുത്തിട്ട് കുത്തുവാള എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം രക്ഷപ്പെട്ടു പോയില്ലേ. അപ്പോൾ ഇനി എന്താണ് മണിയൻ പിള്ള രാജു എന്നുള്ളൊരു സിനിമാ നടൻ്റെയും നിർമ്മാതാവിൻ്റെയും മുമ്പിലുള്ള പ്ലാനുകൾ ഇനിയുള്ള വർഷങ്ങളിലേക്ക്? അല്ല, ഞാൻ ഒന്നും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. എല്ലാം മോഹൻലാൽ പറഞ്ഞല്ലേ, വിസ്മയങ്ങളല്ലേ, സംഭവിക്കുകയില്ലേ. ഈ ഗൂവിൻ്റെ ഒരു സക്സസിനെ ആശ്രയിച്ചിരിക്കും മുമ്പോട്ടുള്ള പോകും. പക്ഷേ ഗൂവിനെ തന്നെ എനിക്ക് അറിഞ്ഞൂടാ, ഒരുപാട് ആദ്യമായിട്ടാണ് എൻ്റെ അനന്തപത്രത്തിന് ശേഷം ഹിന്ദി, തെലുങ്ക്, തമിഴ് എല്ലാവരും ഇതിന് ഡബ്ബിങ് റൈറ്റ്സിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പടം ഡബ്ബിങ് കിട്ടുക. കന്നഡത്തിൽ നിന്ന് വിളിച്ച ഒരാൾ പറഞ്ഞു, സാർ എന്താ പോസ്റ്റർ பார்த்தப்போ കാന്താര മാരിയല്ലേ ഇതൊക്കെ അവരങ്ങനെ എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ കൊടുങ്ക റേറ്റ് ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിത് കഴിഞ്ഞ ഓഗസ്റ്റ് തുടങ്ങിയാണ്. 7-8 മാസമായിട്ട് ഈ പടത്തിൻ്റെ പിറകിലാണ്. ഇനി എനിക്ക് 5 ദിവസം കൊണ്ട് നിങ്ങൾ തരൂ, 17-ാം തീയതി റിലീസല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൂ ഇതേപോലെ ഒരു ഗംഭീര സക്സസ് ആയി മാറട്ടെ. സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ഒരുപാട് കുട്ടികൾ മാത്രമല്ല, ഫാമിലി എല്ലാവരും വന്ന് ഒരുമിച്ച് കാണുന്ന ഒരു ചിത്രമാവട്ടെ. പേടിക്കാനും രസിക്കാനും ഒരുമിച്ച് സാധിക്കട്ടെ. സോ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം സംസാരിച്ചു. താങ്ക് യു.